ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എത്ര അഹങ്കരിച്ച് നടന്ന്, എത്ര കോടികൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? മരിച്ചു പോകുമ്പോൾ 3 കഷ്ണം തുണിയല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ കുറേ നേരം ഈ വീഡിയോ എടുക്കുന്നു, എനിക്കങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. എടാ, നീ നിന്റെ മരണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നീ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോവാണ്. നീയും നിന്റെ 5-6 സുഹൃത്തുക്കൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിനക്കൊരു നെഞ്ചുവേദന വന്ന് നിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നിന്റെ വീട്ടുകാരെ വിളിച്ച്, വീട്ടുകാർ വരുന്നതിന്റെ മുമ്പ് തന്നെ നഴ്സ് വന്നിട്ട് പറയാണ് ആളിങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. പകുതി വഴിയിൽ നിന്റെ വാപ്പയും ഉമ്മയൊക്കെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പൊട്ടിക്കരച്ചിലിന്റെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ വാനിലിങ്ങനെ ഉയർന്ന് കേൾക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്ന് ഒരു മന്ത്രം വരും, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഉസ്താദോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ ചൊല്ലും. പെട്ടെന്ന് നിന്റെ കുടുംബക്കാരും നിന്നെ അറിയാത്തവരും നിന്റെ ഫാമിലിയിൽപ്പെട്ടവരും നിന്നെ നിന്റെ വെറുപ്പോടെ സംസാരിച്ചവരും നിന്റെ സുഹൃത്തുക്കളും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വന്നിട്ട് നിന്റെ ആ വരാന്തയിലും നിന്റെ ആ ഇടുങ്ങിയ വഴികളിലൊക്കെ അവരിങ്ങനെ തടിച്ചുകൂടി നിൽക്കും. ഹോസ്പിറ്റലിൽ നിന്റെ മയ്യത്ത് നേരെ വന്ന് വീട്ടിന്റെ മുമ്പ് ആംബുലൻസിൽ പുറത്തേക്ക് ഇറക്കി നിന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറ്റും. അകത്തളത്തില് എല്ലാവരും തടിച്ചുകൂടി നിന്റെ മയ്യത്ത് അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്തും നിന്റെ മനസ്സിൽ തോന്നൽ എന്താണെന്നറിയോ? ഒരിക്കൽ കൂടി നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ കൂടി നീ ചെയ്തു പോയ അഹങ്കരിച്ച തെറ്റുകൾക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പടച്ചോനിലേക്ക് മടങ്ങാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ നീ ആഗ്രഹിച്ചു പോകും. എടാ, നിന്റെ സുഹൃത്തുക്കളൊക്കെ നിന്നെ നോക്കിയും കണ്ടിങ്ങനെ കരയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയ. അവസാനായിട്ട് വേണ്ടപ്പെട്ട ഒരു കാരണവര് കുടുംബത്തിനൊരു ചോദ്യമുണ്ട്, മയ്യത്തെല്ലാവരും കണ്ടോ, എടുക്കട്ടെ എന്ന്. ആ ഒരു ചോദ്യം കൂടി മാത്രമേ നിനക്ക് ബാക്കിയുണ്ടാവുള്ളൂ. നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. നിസ്കാരം കഴിഞ്ഞ് നേരെ ഖബറിലേക്ക് വെക്കാൻ നേരത്ത് അവസാനമായിട്ട് വീണ്ടും ചോദിക്കും, ആരെങ്കിലും കാണാനുണ്ടോന്ന്. കവിളത്തൊരു കഷ്ണം ചെറിയ മണ്ണിങ്ങനെ വെച്ചതിന് ശേഷം മുകളിൽ മീസാൻ കല്ലുകൾ നിന്റെ കല്ല് വെച്ചിങ്ങാണ്ട് മെല്ലെ കബറടക്കും. ഓരോ പിടി മണ്ണിടുന്ന സമയത്തും നീ വീർപ്പ് മുട്ടും, നീ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചിട്ട്. ആ തെറ്റുകളൊക്കെ ആലോചിച്ച് ആ മീസാൻ കല്ലും കുത്തി മൈലാഞ്ചി ചെടിയും ഒരു അടയാളത്തിനെ വെച്ചിട്ട് എല്ലാവരും തിരിച്ചു മടങ്ങും. നിന്റെ കബറിൽ നീ ഒറ്റക്ക് മാത്രം. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും എല്ലാ കുറ്റങ്ങൾക്കും പടച്ചോനോട് ഇപ്പം തൗബ ചോദിക്കാനുള്ള അവസരം നിനക്കുണ്ട്. ചോദിച്ചോ, പടച്ചോൻ കേൾക്കും. നമ്മളെയും എല്ലാവരുടെയും മരണം പടച്ചോൻ നന്നാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീണ്ടും പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ജീവനുള്ള ഏതൊരു ശരീരത്തെയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും.